ആർഷോ എന്ന് പറയുന്ന സംഘാടകൻ തീർച്ചയായിട്ടും CPM-ൻ്റെ ഭാഷയിൽ ഒരു വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഈ കഴിഞ്ഞ ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ ഒരു പട്ടിക നമ്മുടെ മുമ്പിൽ എടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ ഇയാളുണ്ടല്ലോ, നമ്മുടെ മന്ത്രി ശിവൻകുട്ടി എസ്എഫ്ഐയുടെ നേതാവായിരുന്ന ആളാണ്. ശിവൻകുട്ടി ആകട്ടെ അദ്ദേഹം അഡ്വക്കേറ്റായി. അടുത്ത മന്ത്രി ബിന്ദു, ഒരു ദിവസം പോലും എനിക്കറിയില്ല, അവർക്ക് കോളേജിൽ പഠിപ്പിക്കാൻ അറിയാമോ എന്നുള്ള കാര്യം, അവരുടെ ഇംഗ്ലീഷ് ഭാഷ കാണുമ്പോൾ അറിയാം, പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് ഡോക്ടറേറ്റ് കിട്ടി. നമ്മുടെ ചിന്താ ജെറോം എസ്എഫ്ഐയുടെ വലിയ നേതാവായിരുന്നു, പക്ഷേ അവർ ഡോക്ടറേറ്റ് എടുത്തു. ഒരു ദിവസം പോലും കോളേജിൽ പോകുന്ന കാണാത്ത ഷിജു ഖാൻ ഡോക്ടറേറ്റ് എടുത്തു. നമ്മുടെ PK ബിജു പാർലമെൻറ്റിൽ 8 കൊല്ലം ഇരിക്കുന്ന സമയത്ത് സമാന്തരമായിട്ട് MG സർവകലാശാലയിൽ കെമിസ്ട്രി PhD എടുത്തിരിക്കുന്നു. അത് നിസ്സാര കാര്യമല്ല. വളരെ അതിസമർത്ഥന്മാർക്ക് മാത്രമേ സയൻസിൽ PhD എടുക്കാൻ കഴിയുള്ളൂ. പ്രിൻസി കുര്യാക്കോസ് എസ്എഫ്ഐയുടെ വലിയ നേതാവാണ്. നമ്മുടെ എറണാകുളത്തെ DOFIയുടെ പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് അവർ ഡോക്ടറേറ്റ് എടുത്തു. ഇപ്പോൾ PSC മെമ്പറുമാണ്. അപ്പോൾ SFI നേതാക്കളായിരിക്കുന്നവർ സമാന്തരമായി അവർ പഠനത്തിൽ കൃത്യമായിട്ടാണെങ്കിലും ഓരോ ഡിഗ്രി എടുക്കുന്നുണ്ട്. ഏറെയും ഏകദേശം PhD തീസൊക്കെ തയ്യാറായി കൊടുത്ത അവസരത്തിലാണ് ഈ കോൺട്രവേഴ്സി ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇതിനകം തന്നെ ഏറെയും ഡോക്ടർ റഹീമായി മാറുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്ത ഇവരെല്ലാവരും PhD എടുത്ത് ഓരോ സ്ഥാനത്തെത്തിയപ്പോൾ ആർട്സയ്ക്ക് മാത്രം ഒരു ഡിഗ്രി എടുക്കാൻ പോലും കഴിയുന്നില്ല എന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണണം. അദ്ദേഹത്തിൻ്റെ ആ അർപ്പണബോധം, കാരണം അദ്ദേഹം ഈ അടുത്ത കാലത്ത് വിശേഷിച്ചുള്ള കാര്യങ്ങൾ, ഗവർണറെ ഇത്രയും ഗവർണർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഗവർണറെ ഓപ്പണായിട്ട് വെല്ലുവിളിച്ച ഒരു യുവ നേതാവല്ലേ അയാൾക്ക്. ഇപ്പോൾ MS അങ്കോളയിൽ കലിംഗ സർവകലാശാലയിൽ നിന്നും വ്യാജ ഡിഗ്രി കൊണ്ടുവന്നിട്ട് പോലും അയാൾ ഓപ്പണായിട്ട് വൈസ് ചാൻസലർ പറഞ്ഞു ഇത് ഒറിജിനൽ ഡിഗ്രിയാണ്. അദ്ദേഹം പറഞ്ഞാൽ അവസാനത്തെ വാക്കാണ്. പിന്നെ ഇവിടുത്തെ ഡോക്ടർ മോഹൻ കുന്നുമേൽ അത് അംഗീകരിച്ചില്ല, ഡീബാർ ചെയ്തതേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റേ കുട്ടിയുണ്ടല്ലോ വിദ്യക്ക് മഹാരാജ് കോളേജിൽ നിന്നും വ്യാജ അധ്യാപന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത് മിക്കവാറും ഇയാൾ തന്നെയാവണം. കാരണം ഇദ്ദേഹത്തിൻ്റെ SFIയുടെ ഒരു നേതാവാണ്. ആ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് കാസർഗോഡ് ഒരു കോളേജിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയായി, കേസായിട്ട് പോലും ഇപ്പോഴേ അദ്ദേഹത്തെ സംസ്കൃത സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിയായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ MG സർവകലാശാലയിൽ പെൺകുട്ടികളെ കൈയേറ്റം ചെയ്ത് വളരെ ഒരു പെൺകുട്ടിയുടെ ചരിത്രത്തെ വരെ ഇയാൾ ചോദ്യം ചെയ്ത സംഭവം ഉണ്ടായി. അപ്പോൾ ആ രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് SFIക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഇത്രയും സിൻസിയറായിട്ടുള്ള മറ്റ് നേതാക്കന്മാരെല്ലാവരും ഡിഗ്രിയും PhD ഒക്കെ എടുത്തിട്ട് പോലും ഒരു ഡിഗ്രി പോലും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം കണക്കിലെടുത്തുകൊണ്ട് സാധാരണ ഓണററി PhD ആണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ഓണററി MA ഡിഗ്രിയെങ്കിലും തീർച്ചയായിട്ടും MG സർവകലാശാല കൊടുക്കണം. അതിന് പാർട്ടി ശുപാർശയാണ് വേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ നോക്കണം. കാരണം ഇനിയിപ്പോൾ വയസ്സ് 32 ഇനിയും അദ്ദേഹം ഈ ഇൻ്റേണൽ മാർക്കിന് വേണ്ടി മഹാരാജ് കോളേജിൽ വന്നിരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് തന്നെ ഒരു അപമാനമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഓണററി MA ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ മന്ത്രി ബിന്ദുവിനെയും ശിവൻകുട്ടിയെയും പോലെ കേരളത്തിലേക്ക് ഒരു വിദ്യാഭ്യാസ മന്ത്രി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതായത് വൈകാതെ ഒരു ഡോക്ടറേറ്റ് ആർഷോയ്ക്ക് പ്രതീക്ഷിക്കാം. അല്ല, MA കഴിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓണററി MA കൊടുക്കുമ്പോൾ സാങ്കേതികമായ പ്രശ്നമുണ്ട്. കാരണം സർവകലാശാല ചട്ടം അനുസരിച്ച് ഇപ്പോഴേ ഓണററി PhD കൊടുക്കാൻ അല്ലെങ്കിൽ ഡീലിറ്റ് കൊടുക്കാൻ മാത്രമേ വ്യവസ്ഥയുള്ളൂ. അപ്പം ഡോക്ടറേറ്റ് കൊടുക്കാമെങ്കിലും സർവകലാശാല ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാൽ മതി. ഓണററി MA കൊടുക്കുക. അത് മാത്രമല്ല, MG സർവകലാശാല പഠിക്കുമ്പോൾ ഒരു ഗുണമുള്ളത്, അവിടുത്തെ വൈസ് ചാൻസലർ CPM അനുഭാവിയാണ്. അദ്ദേഹം അവിടെ PVC ആയിരുന്നു, ഇപ്പോൾ VC ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹം തന്നെ ഒപ്പിട്ട കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുസാറ്റിൽ പ്രൊഫസറായിട്ട് നിയമനം കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളൊക്കെ നല്ല ബോധ്യം ഉള്ള ഒരാളാണ് MG വൈസ് ചാൻസലർ. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഓണററി MA ബിരുദവും സമീപഭാവിയിൽ നമ്മുടെ ഇവരെ പോലെ നമ്മുടെ PK ബിജുവിനെയൊക്കെ പോലെ ഒരു PhDയും നമ്മുടെ ആർഷോയ്ക്ക്